യാതൊരു പ്രതീക്ഷകളുമില്ലാതെയാണ് ഞാൻ സർവം മായ കാണാൻ പോയത്. ഒന്നും മുൻകൂട്ടി അറിയാതെ സിനിമ കണ്ടത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. ബിക്കോസ് സർവം മായ ഇസ് വൺ ഓഫ് ദോസ് ഫിലിംസ് ദാറ്റ് ജെന്റ്ലി സ്നീക്സ് അപ്പോൺ യു ആൻഡ് ലീവ്സ് ബിഹൈൻഡ് എ വാം ലിംഗറിംഗ് ഫീലിംഗ്. നിവിൻ പോളി അവതരിപ്പിക്കുന്ന പ്രഭേന്ദു എന്ന കഥാപാത്രത്തെ ചുറ്റിയാണ് കഥ നടക്കുന്നത്. ലോകപ്രശസ്തരായ പൂജാരിമാരുടെ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് പ്രഭേന്ദു ജനിച്ചത്. എന്നാൽ അയാൾക്ക് പൂജയിലൊന്നും താൽപ്പര്യമില്ല. സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു യുക്തിവാദിയാണ് അവൻ. അതുകൊണ്ടുതന്നെ വീട്ടിൽ അവൻ അല്പം ഒറ്റപ്പെട്ടവനാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രഭേന്ദുവിന് തന്റെ കുടുംബത്തൊഴിലായ പൂജയിലേക്ക് താൽക്കാലികമായി ഇറങ്ങേണ്ടി വരുന്നു. അവിടെ വെച്ച് റിയ ഷിബു അവതരിപ്പിക്കുന്ന ഒരു പ്രേതത്തെ അയാൾ കണ്ടുമുട്ടുന്നു. അതോടെ സിനിമയുടെ പോക്ക് മാറുകയാണ്. മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വ്യത്യസ്തമായ പ്രേത കഥാപാത്രങ്ങളിൽ ഒന്നാണിത്. ഈ പ്രേതമാണ് സിനിമയുടെ ജീവൻ. ചിരിയും ചിന്തയും സങ്കടവുമെല്ലാം നിറഞ്ഞ ഒരു യാത്രയാണ് ഈ സിനിമ. നായകനും പ്രേതവും തമ്മിലുള്ള തമാശ കലർന്ന സംഭാഷണങ്ങൾ ഹൃദ്യമാണ്. ഇടയ്ക്ക് കഥാപാത്രങ്ങളുടെ ഭൂതകാലം പറയുന്ന ഭാഗങ്ങളിൽ സിനിമ അല്പം പതറുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു നല്ല ഫീൽ നൽകാൻ സംവിധായകന് സാധിച്ചു. പഴയ നിവിൻ പോളിയെ ഈ സിനിമയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു വടക്കൻ സെൽഫിയിലെയൊക്കെ പോലെ തമാശകൾ വളരെ അനായാസമായി നിവിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അജു വർഗീസും നിവിനും തമ്മിലുള്ള കെമിസ്ട്രി ഇത്തവണയും നന്നായി വർക്കായിട്ടുണ്ട്. സ്വയം സ്നേഹിക്കുന്നതിനെക്കുറിച്ചും സമാധാനപരമായ ഉറക്കത്തെക്കുറിച്ചും സിനിമ പറയുന്ന ചില കൊച്ചു കാര്യങ്ങൾ മനസ്സിനെ സ്പർശിക്കും. അഖിൽ സത്യന്റെ സിനിമകൾ നൽകുന്ന ഒരുതരം ആശ്വാസവും സമാധാനവും ഈ സിനിമയിലുമുണ്ട്. ചില കുറവുകളുണ്ടെങ്കിലും സർവം മായ ഒരാത്മാർത്ഥമായ സിനിമയാണ്. വലിയ പ്രതീക്ഷകളില്ലാതെ പോയി കണ്ടാൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരനുഭവമായിരിക്കും ഈ ചിത്രം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.